നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ മിസൈൽ ആക്രമണ ശ്രമം തകർത്ത് US. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും സൗദി എണ്ണ നിലയങ്ങൾക്കും നേരെ വ്യാപക ആക്രമണ ശ്രമങ്ങൾ. ജോർദാനിലെ US സൈനിക താവളമായ മുവഫക് സൽത്തി വ്യോമതാവളത്തിന് നേരെ ഇന്ന് പുലർച്ചെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ബ്ലാസ്റ്റിക് മിസൈലുകൾ അടക്കം ആക്രമണം നടത്തിയത്. എന്നാൽ ശ്രമം US സേന തകർത്തു. മധ്യ പടിഞ്ഞാറൻ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മുഴുവൻ മിസൈലുകളും US പാട്രിയറ്റ് ബാറ്ററികളും ജോർദാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ചേർന്ന് വിജയകരമായി തടഞ്ഞതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മേഖലയിൽ അമേരിക്കൻ സേന ഉയർന്ന ജാഗ്രത തുടരുകയാണ്. അതേസമയം US വാദം തള്ളി ഇറാൻ മാധ്യമങ്ങൾ. ആക്രമണത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഏതു നിമിഷവും ആക്രമിക്കപ്പെടാം. യുക്രൈൻ തുറമുഖത്ത് 13 ഇന്ത്യൻ നാവികർ കുടുങ്ങിക്കിടക്കുന്നു. യുക്രൈനിലെ ചോർണോമോസ്ക് തുറമുഖത്തെ ചരക്ക് കപ്പലിൽ 13 ഇന്ത്യൻ നാവികരടക്കം 15 പേർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് റിപ്പോർട്ട്. MV അമീർ 1 എന്ന കപ്പലിലാണ് ജീവനക്കാർ കുടുങ്ങിക്കിടക്കുന്നത്. ഭീതിജനകവും ജീവന് ഭീഷണിയുമായ സാഹചര്യത്തിലാണ് നാവികരുള്ളതെന്നാണ് നാവികരുടെ സംഘടനയായ ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ പറഞ്ഞു. ഏതു സമയത്തും ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് കപ്പലിലെ നാവികർ കഴിയുന്നതെന്നും FSUI കൂട്ടിച്ചേർത്തു. FSUI എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് നാവികർ കുടുങ്ങിക്കിടക്കുന്ന വിവരം അറിയിച്ചത്. ആവർത്തിച്ചുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പലിന് സമീപം നടക്കുന്നുണ്ട്. ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭീതിയിലാണ് നാവികർ. ബന്ധപ്പെട്ട അധികൃതരും കപ്പൽ ഉടമകളും ഇന്ത്യൻ സർക്കാരും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചവർക്കെതിരെ അന്വേഷണം തുടരാമെന്ന് സുപ്രീം കോടതി. നീറ്റ് ചോദ്യചോർച്ചയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകി സുപ്രീം കോടതി. എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. അതേസമയം അന്വേഷണം തുടരാൻ സുപ്രീം കോടതി അനുമതി നൽകിയതിൽ കോക്രോച്ച് ജനതാ പാർട്ടി കടുത്ത അതൃപ്തി അറിയിച്ചു. BJP NDA സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രതിഷേധക്കാരെ വേട്ടയാടാൻ സുപ്രീം കോടതി ഉത്തരവിനെ ഉപയോഗിക്കുമെന്ന് CJP വക്താവ് സൗരവ് ദാസ് പറഞ്ഞു. ജൂലൈ 25 നടന്ന ചർച്ചയിൽ കേന്ദ്രം ഉറപ്പു നൽകിയ പ്രകാരം FIRകൾ റദ്ദാക്കിയില്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. ഇരട്ട വധശിക്ഷ നടപ്പാക്കി ഫ്ലോറിഡ. ഫ്ലോറിഡയിൽ 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരേ ദിവസം നടപ്പാക്കിയത് 2 പ്രതികളുടെ വധശിക്ഷ. 1987 11 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ജെയിംസ് ഡക്കാറ്റ്, 1986 മുൻ കാമുകിയുടെ മാതാപിതാക്കളെ വെടിവെച്ചു കൊന്ന കേസിൽ ഡൊമിനിക് ഒച്ചിക്കോണി എന്നിവരെയാണ് വിഷം കുത്തിവെച്ച് വധിച്ചത്. സ്റ്റാർക്കിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് പ്രിസണർ ചൊവ്വാഴ്ച 5 മണിക്കൂർ ഇടവേളയിലാണ് ഇരുവരുടെയും വധശിക്ഷ നടപ്പാക്കിയത്. 1964 ശേഷം ഫ്ലോറിഡയിൽ ഒരേ ദിവസം 2 വധശിക്ഷ നടപ്പാക്കുന്നത് ഇത് ആദ്യമായാണ്. 3000 കോടിയുടെ ശമ്പള തട്ടിപ്പ്. BJP നേതാവ് പിടിയിൽ. 3000 കോടി രൂപയുടെ ശമ്പള തട്ടിപ്പ് നടത്തിയ കേസിൽ BJP നേതാവും പ്രമുഖ വിദ്യാഭ്യാസ ഗ്രൂപ്പ് മേധാവിയുമായ സഞ്ജയ് ഗരുഡ് അറസ്റ്റിൽ. 150-ലേറെ അധ്യാപകർ എയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നതായി കാണിച്ച് സർക്കാർ ശമ്പളം വാങ്ങിയ കേസിലാണ് അറസ്റ്റ്. വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ സഹായത്തോടെ അധ്യാപകരുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. ജൽഗാവിൽ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇയാൾ 2024 NCP ശരത് വിഭാഗം വിട്ട് BJPയിൽ ചേർന്നത്. തട്ടിപ്പിൽ ഇതുവരെ 200-ലേറെ സ്കൂളുകൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. 1200 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വ്യാജ ഐഡികൾ നിർമ്മിക്കാൻ ഒത്താശ ചെയ്ത ജൽഗാവ് മുൻ വിദ്യാഭ്യാസ ഓഫീസർ ശശികാന്ത് ഹിംഗോണേക്കർ നേരത്തെ അറസ്റ്റിലായിരുന്നു. തട്ടിപ്പിൽ പങ്കാളിയായ എല്ലാവരെയും പിടികൂടുമെന്നും മന്ത്രി ഗിരീഷ് മഹാജൻ അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അവഹേളിച്ച സംഭവത്തിൽ TJ മോഹൻദാസിനെതിരെ കേസ്. നീറ്റ് ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ CJP നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അവഹേളിച്ച RSS നേതാവ് TJ മോഹൻദാസിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഡൽഹിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ച ശേഷം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കു നേരെ വെടിവെക്കണമെന്നായിരുന്നു മോഹൻദാസിന്റെ പരാമർശം.
എനിക്ക് ഈ സാഹചര്യം കയ്യിൽ കിട്ടിയാൽ 4 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കും. ജനക്കൂട്ടത്തോടെ പിരിഞ്ഞു പോകാൻ 3 തവണ മൈക്കിൽ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേർ മരിക്കും, കുറെ പേർ മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും എന്നായിരുന്നു വീഡിയോയിൽ മോഹൻദാസിന്റെ പരാമർശം. വടകര MDMA കേസ് ഒരാൾ കൂടി പിടിയിൽ. വടകര MDMA കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഇരട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ് ആണ് അറസ്റ്റിലായത്. ജിജിൻ ഓൺലൈൻ ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. കേസിൽ ഇന്നലെ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായിരുന്നു. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കോഴിക്കോട് ആവള കൂട്ടോത്ത് സ്വദേശി നീഷ്മയാണ് പിടിയിലായത്. കോടികളുടെ സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയിട്ടുണ്ട്. ഫുഡ് ഡെലിവറിയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നത് കണ്ടെത്തലിലാണ് പോലീസ്. BRCയിലെയും പ്രതികളുമായി അടുത്ത ബന്ധമുള്ള മറ്റ് അധ്യാപകരിലേക്കും അന്വേഷണം നീളും. കണ്ണൂർ റേഞ്ച് DIG വടകരയിലെത്തി അന്വേഷണം വിലയിരുത്തും. അവിഹിതമെന്ന സംശയം, ഭാര്യയെ തൂക്കിക്കൊന്ന യുവാവ്. മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഭാര്യയെ കെട്ടിത്തൂക്കിക്കൊന്നു. 23-കാരിയായ ഭാഗ്യശ്രീയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴുത്തിൽ ഷാൾ മുറുകിയപ്പോൾ ജീവനു വേണ്ടി യാചിക്കുന്ന ഭാര്യയുടെ ദൃശ്യങ്ങൾ ഇയാൾ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തു. ബെൽഗോട്ട് ജിഗലൂർ ഗലാഗലി ഗ്രാമത്തിലാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. അവിഹിത ബന്ധം ആരോപിച്ചുള്ള വഴക്കിനിടെ പ്രവീൺ മരത്തടി കൊണ്ട് ഭാഗ്യശ്രീയെ അടിച്ചു. അവശയായപ്പോൾ ഷാൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ കെട്ടിത്തൂക്കുകയായിരുന്നു. തുടർന്ന് ഭാഗ്യശ്രീയുടെ മാതാപിതാക്കളെ വീഡിയോ കോളിൽ വിളിച്ച് മരണദൃശ്യങ്ങൾ തത്സമയം കാണിക്കുകയും ചെയ്തു. പ്രവീണിന്റെ ഉപദ്രവത്തെ തുടർന്ന് 2 മാസമായി ഭാഗ്യശ്രീ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. പ്രവീൺ നേരിട്ടെത്തി അനുനയിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷമായിരുന്നു കൊലപാതകം. ശ്രീജിത്തിനെ DGP ആക്കാൻ ശുപാർശ. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ. ശ്രീജിത്തിനെ DGP ആക്കണമെന്ന് ശുപാർശ നൽകി ചീഫ് സെക്രട്ടറി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. MR അജിത് കുമാർ സസ്പെൻഷനിലായ പശ്ചാത്തലത്തിൽ അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കേണ്ടതുണ്ട്. അതിനാലാണ് ശ്രീജിത്തിനെ ശുപാർശ ചെയ്തത്. നിലവിൽ ജയിൽ മേധാവിയാണ് ശ്രീജിത്ത്. ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ഉദ്യോഗസ്ഥരുടെ മുൻഗണന അനുസരിച്ചുള്ള ശുപാർശ നൽകിയിരുന്നു. നിലവിൽ MR അജിത് കുമാർ നിയമന നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. എന്നാൽ അടുത്ത മാസം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കുക. ഇതിന് സമയമെടുക്കും എന്നതിനാലാണ് അടുത്ത ഉദ്യോഗസ്ഥന് പ്രമോഷൻ നൽകേണ്ട സാഹചര്യം ഉണ്ടായത്. കയറ്റം കയറവേ KSRTC ബസ് പിറകിലേക്ക് ഉരുണ്ടു. ഡ്രൈവറുടെ സമയോചിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. തിരുവനന്തപുരം വിതുരയിൽ കയറ്റം കയറവേ കേടായി നടുറോഡിൽ നിന്ന KSRTC ബസ് പിറകിലേക്ക് ഉരുണ്ടു. ബസ് ഡ്രൈവർ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയെങ്കിലും ബസ് പിറകിലേക്ക് നീങ്ങി. വാഹനം നിർത്താൻ ബസ്സിൽ നിന്നും ചാടിയിറങ്ങിയ ഡ്രൈവർ ടയറിന് അടിയിൽ കല്ല് തിരികിയതോടെയാണ് വാഹനം നിന്നത്. ബസ് ഡ്രൈവറുടെ സമയോചിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. പിരപ്പൻകോട് നഗരൂർക്കുഴി സമീപം ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. വിതുരയിൽ നിന്ന് രാവിലെ 6:15 സർവീസ് ആരംഭിച്ച് പത്തനംതിട്ട ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് വഴിയിൽ കേടായി നിന്നത്.